ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 15 പുരുഷോത്തമയോഗം. ശ്ലോകം 12. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയതേഖിലം യച്ഛന്ദ്രമസി യേച്ഛാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. വിവർത്തനം. പ്രപഞ്ചത്തിലെ അന്ധകാരമത്രയും നീക്കി അതിനെ ശോഭായമാനമാക്കുന്ന സൂര്യൻ്റെ തേജസ് എന്നിൽ നിന്നാണ് വരുന്നത്. ചന്ദ്രൻ്റെയും അഗ്നിയുടെയും തേജസ്സുകളും എന്നിൽ നിന്ന് തന്നെ വരുന്നവയാണ്. ഭാവാർത്ഥം. കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി ബുദ്ധിഹീനന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ ഭഗവാൻ വിശദീകരിക്കുന്നത് മനസ്സിലാക്കുന്നത് കൊണ്ട് ജ്ഞാനത്തിൻ്റെ വഴിയിൽ ചുവടുറപ്പിക്കാം. സൂര്യചന്ദ്രന്മാരും അഗ്നിയും വൈദ്യുതിയും ഏവർക്കും സുപരിചിതങ്ങളായ ദൃശ്യങ്ങളാണ്. ഇവയുടെയെല്ലാം തേജസ്സുകൾക്ക് പരംപുരുഷനായ ഭഗവാനാണ് ഉറവിടം എന്നതറിയാൻ ശ്രമിക്കുകയേ വേണ്ടൂ. കൃഷ്ണാവബോധത്തിൻ്റെ ആരംഭമായ ഈ ജീവിത ദർശനം ലഭിക്കുമ്പോൾ ഭൗതികലോകത്തിൽ ബദ്ധനായ ജീവാത്മാവിന് സാരമായ പുരോഗതിയുണ്ടാവും. തികച്ചും ഭഗവദംശങ്ങളാണ് ജീവാത്മാക്കൾ. അവർക്ക് സ്വഭവനമായ ഭഗവത് ധാമത്തിൽ തിരിച്ചെത്താൻ എങ്ങനെ കഴിയുമെന്നാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. സൗരയൂഥത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെന്ന് ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കാം. വേറെയും വിശ്വങ്ങളും സൗരഗ്രഹമണ്ഡലങ്ങളുമുണ്ട്. സൂര്യചന്ദ്രന്മാരും ഗ്രഹങ്ങളുമുണ്ട്. എന്നാൽ ഓരോ വിശ്വത്തിലും സൂര്യൻ ഒന്നു മാത്രമേയുള്ളൂ. ചന്ദ്രൻ നക്ഷത്രങ്ങളിലൊന്നാണെന്ന് ഭഗവത്ഗീത. നക്ഷത്രാണാമഹം ശശി. ഭഗവത്ഗീത 10:21. ഭഗവാന്റെ പരവ്യോമത്തിലെ ആധ്യാത്മിക ജ്യോതിസാണ് സൂര്യപ്രകാശമാകുന്നത്. സൂര്യോദയത്തോടെ മനുഷ്യരുടെ പ്രവർത്തനം ആരംഭിക്കുകയായി. അവർ ഭക്ഷണം പാകം ചെയ്യാൻ തീ കൂട്ടുന്നു. ഫാക്ടറികൾ നടത്താനും അഗ്നി ഉപയോഗിക്കുന്നു. മനുഷ്യരുടെ പല പ്രവർത്തനങ്ങൾക്കും അഗ്നിയുടെ സഹായം വേണം. അതുകൊണ്ട് സൂര്യപ്രകാശം, അഗ്നി, നിലാവ് എന്നിവ ജീവാത്മാക്കൾക്ക് എത്രയും ഹിതകാരികളാണ്. അവയുടെ സഹായമില്ലാതെ ഒരു ജീവിക്കും കഴിഞ്ഞുകൂടാനാവില്ല. ഈ നിലയ്ക്ക് മുൻപറഞ്ഞവയുടെ തേജോവിശേഷങ്ങളെല്ലാം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് ഉദിക്കുന്നു എന്ന അറിവ് കൃഷ്ണാവബോധത്തിന് ആരംഭം കുറിക്കുന്നു. ചന്ദ്രപ്രകാശമാണ് സർവസസ്യങ്ങളെയും പോഷിപ്പിക്കുന്നത്. കൃഷ്ണന്റെ കരുണയാലാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന ബോധം നിഷ്പ്രയാസം ജനങ്ങളിൽ ഉളവാക്കത്തക്ക വിധം ആനന്ദദായകമാണ് നിലാവ്. ഭഗവത് കരുണയില്ലെങ്കിൽ സൂര്യചന്ദ്രന്മാരാകട്ടെ അഗ്നിയാകട്ടെ ഉണ്ടാകുമായിരുന്നില്ല. അവയുടെ സഹായമില്ലെങ്കിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല. ബദ്ധനായ ജീവാത്മാവിനെ കൃഷ്ണാവബോധത്തിലേക്ക് നയിക്കുന്നു ഈ ചിന്തകൾ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.